ഹായ്, വെൽക്കം ബാക്ക് ടു ആത്മാ കൂച്ചറിലുണ്ടല്ലോ. ഇത് നമ്മളൊരു മമ്മ ആൻഡ് ഡോട്ടർ കോംബോയിൽ ചെയ്തിട്ടുള്ള ഒരു സാരിയും ബ്ലൗസാണ് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് സാരിയാണ്. സാരി വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. ബദരി സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് നമ്മളിതിന് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. വീഡിയോയിൽ കറക്റ്റ് കളറല്ല കിട്ടുന്നത്, പക്ഷെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് ഇതിന് വരുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ബ്ലൗസ് പ്രിൻസസ് കട്ട് ബ്ലൗസായിരുന്നു. ഇതിൻ്റെ ഷോൾഡർ പോർഷനിലാണ് അതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്നത്. സ്ലീവ്സിൽ ഇവിടെ ഇതുപോലെ ഷോൾഡറിൽ നിന്നുള്ള വർക്കാണ് കേട്ടോ വരുന്നത്. ഒരു മുട്ടിന് മേലെ നിൽക്കുന്ന പോലത്തെ സ്ലീവും കട്ട് ബീഡ്സിൽ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്കുമാണിത്. സ്റ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിത്ത് സ്റ്റിച്ചിങ് അടക്കമാണ് നമ്മൾ കൊടുത്തത്. ഏറ്റവും നല്ലൊരു റേറ്റിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാരിയും ബ്ലൗസാണ്. അപ്പോൾ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്യുക. ഇതിൻ്റെ തന്നെ ഡോട്ടർ ഡ്രസ്സും കാണും നമുക്ക്. അത് ഒരു ക്രോപ്പ് ടോപ്പ് വിത്ത് അംബ്രല്ല സ്കേർട്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഡീറ്റെയിലും കൂടെ കാണാം. ഇതും സെയിം കളറ് സെയിം മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. ഇത് ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൊന്നുമില്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് നെക്ക് പോർഷനിൽ വരുന്ന രീതിയിലാണ്. കസ്റ്റമർക്ക് സൈസ് നമുക്ക് തന്നിട്ടുണ്ട്, മെഷർമെൻറ്റ്സ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. കൊച്ചിൻ്റെ വയസ്സ് മാത്രമാണ് തന്നിരുന്നത്. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് സ്റ്റിച്ച് പോലെയാണ് സ്റ്റിച്ച് ചെയ്തേക്കണമെങ്കിലും നല്ലൊരു ഫിനിഷിങ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ സിബ്ബാണ് വെച്ചേക്കുന്നത്. ക്രോപ്പ് ടോപ്പാണ്, സ്ലീവ്ലെസ് ആണ്. നെക്ക് പോർഷനിൽ മാത്രമേ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കിൽ സിബ്ബാണ് കേട്ടോ. നെക്ക് പോർഷനിലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ടോപ്പ്, ക്രോപ്പ് ടോപ്പ്. സ്കേർട്ട് വന്നിട്ട് നമ്മൾ അരഭാഗത്ത് കൊടുത്തേക്കുന്നത് ചെറിയൊരു കെട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. കാരണം കൊച്ചിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കത് ചെയ്യാനും കെട്ടാനും ഇപ്പോൾ ഔട്ട് സൈഡുള്ള കസ്റ്റമർ ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. അതിന് വഴിയുടെ അറ്റത്ത് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അംബ്രല്ല സ്കേർട്ടാണ് കേട്ടോ. താഴെയൊക്കെ നല്ലപോലെ ലോക്ക് ചെയ്ത് തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. ലൈനിങ് ഇട്ടിട്ടുണ്ട്. ക്രേപ്പ് മെറ്റീരിയലാണ് ലൈനിങ് ഇട്ടേക്കുന്നത്. ഫുള്ള് നല്ല അംബ്രല്ലയായിട്ട് തന്നെ നല്ല രീതിയിൽ ഫ്ലെയർ ഇട്ട് തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. കൊച്ചിൻ്റെ 8 വയസ്സുള്ളൊരു കുട്ടിക്ക് പറ്റുന്ന സ്കേർട്ട് ആൻഡ് ടോപ്പാണ് നമ്മളിത് ചെയ്തേക്കുന്നത്.